നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവചനം. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കും എന്നും യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. വലിയ പ്രവാചകനാകുന്ന യെശയ്യാവിലൂടെ സാക്ഷാൽ ദൈവം പറയുന്ന ഒരു വാക്കാണ്. ദൈവത്തിന് ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ പോലും തനിക്ക് ഒരു ശബ്ദം പുറപ്പെടുവിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ഈവൻ അത് ദൈവത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും, ഒരു മനുഷ്യൻ പറയുന്ന വാക്കാണ് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും, താൻ അവിടെ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഇതാണ്: ക്രിയേറ്റിംഗ് the fruit of the lips, creating the fruit of the lips, peace, peace to the far and to the near, say the Lord, and I will heal him. Creating the fruit of the lips. അധരങ്ങളാണ് ഫലങ്ങളെ സൃഷ്ടിക്കുന്നത്. അധരങ്ങളാണ് ഫലങ്ങളെ സൃഷ്ടിക്കുന്നത്. വായാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഫലം സൃഷ്ടിക്കുന്നത്. യെശയ്യാവിനോട് ദൈവത്തിന്റെ ആത്മാവ് അരുളപ്പാടായി ഈ സന്ദേശം അറിയിക്കുമ്പോൾ അവിടെ 18-ാമത്തെ വാക്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിയേ. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ദൈവത്തിന്റെ പ്രവൃത്തികളെ അവർണ്ണനീയമായിട്ടും അതിശയത്തോടുകൂടെയുമാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാനായി കഴിയുക. കർത്താവിന്റെ ഒരു പ്രവൃത്തി പോലും നമുക്ക് ഒരു വാക്കുകൾക്കകത്ത് ഒതുക്കാൻ കഴിയുന്ന ഒന്നല്ല. ദൈവത്തിന്റെ ഓരോ പ്രവൃത്തികളും നാം പഠിക്കുമ്പോൾ, ഈവൻ ഒരു മനുഷ്യന്റെ സൃഷ്ടി തന്നെ എടുക്കുക, ഈ മനുഷ്യനെ അങ്ങ് രണ്ടായി പിളർന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള ഭാഗങ്ങളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സമയത്ത് എത്ര അതിശയകരമായിട്ടാണ് നമുക്ക് നമ്മുടെ ശരീര സംവിധാനങ്ങളെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേവലം പൊടി കൊണ്ട് ദൈവം, നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ദാറ്റ്സ് ഓൾ. അത്രയുമാണ് നമുക്ക് ആ വേർഡിനകത്ത് നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്നുള്ളൂ. എന്നാൽ തിരുവെഴുത്തിനകത്ത് പല ഇടങ്ങളിലായി ചിതറിക്കിടക്കുന്ന പല സത്യങ്ങളുണ്ട്. ആ പൊടികളെ തന്റെ കരങ്ങളിലേക്ക് ദൈവം വിളിച്ചു കൂട്ടിയപ്പോൾ, ആമേൻ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ആമേൻ, ത്വക്ക്, നാഡീഞരമ്പുകൾ, രക്തം, ശ്വാസം തുടങ്ങി പലതും ദൈവം പ്രവാചകനിലൂടെ അവിടെ സൃഷ്ടിച്ചപ്പോൾ അതിനകത്തും ദൈവം തെരഞ്ഞെടുത്തത് ഒരു പ്രവാചകന്റെ, ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ അധരങ്ങളായിരുന്നു. പ്രൈസ് ടു ജീസസ്. യഹോവയായ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചുണ്ടാക്കിയപ്പോഴും ദൈവം തൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ഒരു ശബ്ദത്തിലൂടെയാണ് സകല ഫലങ്ങളും സൃഷ്ടിച്ചത് എന്ന് നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു വലിയ സത്യം ഇതാണ്: ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ക്രിയേറ്റിംഗ് ദി ഫ്രൂട്ട് ഓഫ് ദി ലിപ്സ്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് നിങ്ങൾ നല്ല ഫലം ഉളവാക്കുന്നതും
ആകാത്തതുമായ പല കാര്യങ്ങളും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഈ സന്ദേശത്തിന്റെ അവസാനം നിങ്ങളൊരു തീരുമാനമെടുക്കണം. നിങ്ങളുടെ വായി കൊണ്ട് ഇനി ഫലമല്ലാത്തത് ഒന്നും, നല്ല ഫലമല്ലാത്തത് ഒന്നും, തിന്മയായത് ഒന്നും, പരാജയമായതൊന്നും നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറപ്പെടാൻ നിങ്ങൾ മനഃപൂർവമായി അനുവദിക്കുകയില്ല എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. കാരണം അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ദൈവം പറയുന്നത് ഇതാണ്: ഞാൻ എന്നേക്കും വാദിക്കയില്ല, എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല. അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദേഹികളും എന്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ. അവരുടെ അത്യാഗ്രഹത്തിന്റെ അകൃത്യം നിമിത്തം ഞാൻ കോപിച്ച് അവരെ അടിച്ചു, ഞാൻ കോപിച്ച് മുഖം മറച്ചു. എന്നാറേ അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്നു. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും. കണ്ടോ? ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും 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 ആശ്വാസം വരുത്തും. താഴെ പറയുന്നു, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്: നിങ്ങൾക്ക് പണ്ടൊരു നല്ല കാലമുണ്ടായിരുന്നു, പണ്ട് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു, പണ്ട് നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, പണ്ട് നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു, പണ്ട് നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നു, പണ്ട് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഒരു സ്വപ്നം പോലെ മാഞ്ഞു പോയതുപോലെ, സ്വപ്നം പോലെ മറഞ്ഞു പോയതുപോലെ ഇന്ന് രാത്രിയിൽ ആർക്കെങ്കിലും ഒക്കെ തോന്നുകയും ഈ സന്ദേശത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് ദൈവാത്മാവ് നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ നിങ്ങളോട് പറയുന്നു: വീണ്ടും ഞാൻ അത് വിളിച്ചു വരുത്തും. വീണ്ടും ഞാൻ തന്റെ ദുഃഖിതന്മാർക്ക് വേണ്ടി അത് വിളിച്ചു വരുത്തും. വീണ്ടും തന്റെ ആശ്വാസം നൽകേണ്ട ജനത്തിനു വേണ്ടി ദൈവം തന്റെ അധരത്തിന്റെ ഫലം സൃഷ്ടിക്കും. ഓ, പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇന്ന് രാത്രിയിൽ ആരോടോ പറയുന്നു: വീണ്ടും നിനക്ക് ഒരു സൗഖ്യത്തിന്റെ പകർച്ചയെ ദൈവം കൈമാറും. വീണ്ടും നിങ്ങൾക്ക് ഒരു ആശ്വാസത്തിന്റെ നാളുകളെ ദൈവം സൃഷ്ടിക്കും. വീണ്ടും നിങ്ങളോട് കയർത്തിരിക്കുന്ന ശത്രുക്കളെ ദൈവം നീക്കി നിങ്ങളുടെ മിത്രങ്ങളെ വിളിച്ചു വരുത്തും. വീണ്ടും നിങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലത്തെ സ്വർഗം ക്രിയേറ്റ് ചെയ്യും, സൃഷ്ടിക്കും. ക്രിയേറ്റിംഗ് ദി ഫ്രൂട്ട് ഓഫ് ദി ലിപ്സ്. സൃഷ്ടിക്കുന്നു ഫലങ്ങൾ അധരങ്ങളുടെ ഫലങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അധരങ്ങളുടെ ഫലങ്ങളെ. കൊറിയയിൽ വളരെ പ്രശസ്തനായ ഒരു ദൈവദാസനായിരുന്നു പോൾ യോങ്കിച്ചോ. വളരെ പ്രശസ്തനായ ദൈവദാസൻ പോൾ യോങ്കിച്ചോ ഇന്ന് കർത്താവിൽ നിദ്ര പ്രാപിക്കുകയാണ്. വിശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ട് തീർത്ത ഒരു ചർച്ചാണ് അദ്ദേഹത്തിൻ്റെത്. ഇന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ആരാധിക്കുന്നു കൊറിയയിൽ. വിശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്തൊരു ചർച്ചാണ്. അവിടുത്തെ ഓരോ കസേരകളിലും ആൾക്കാർ വന്നിരിക്കുന്നെങ്കിൽ അതെല്ലാം വേർഡ് കൊണ്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തതാണ്. ആരുമില്ല, വേർഡ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ വായിലൂടെ പുറപ്പെട്ട വിശ്വാസത്തിന്റെ വേർഡ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ശൂന്യ കസേരകളിൽ വന്നിരിക്കുന്ന 10,000 ഇന്ന് അവിടെ ഉണ്ടെങ്കിൽ അന്ന് അത് ശൂന്യമായിരുന്നു. എന്നാൽ ഇന്ന് അതിനകത്ത് ഇരിക്കാൻ സീറ്റില്ലാത്ത അവസ്ഥ. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന്റെ സഹശുശ്രൂഷകൻ ഒരു ആക്സിഡന്റ് പറ്റി. അപ്പോ അവിടുത്തെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ സഹശുശ്രൂഷകൻ ചികിത്സയിലാണ്. പോൾ യോങ്കിച്ചോ അദ്ദേഹത്തെ കാണാനായി ചെന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഹെൽത്ത് പ്രോഗ്രസ് അന്വേഷിച്ച സമയത്ത് ഡോക്ടേഴ്സിന് ഒന്നും തന്നെ തീർത്ത് പറയാൻ കഴിയുന്നില്ല. അത്രയും മേജർ ആക്സിഡന്റ് ആയിരുന്നു. അദ്ദേഹം മരിച്ചു പോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായി കാണുന്നത്. മരുന്നുകളോടൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല തുടങ്ങി വൈദ്യശാസ്ത്രം കൈവിട്ടു എന്ന് പറയത്തക്ക നിലയിലുള്ള റിപ്പോർട്ടാണ് അദ്ദേഹത്തിന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചത്. അദ്ദേഹം തന്റെ ഭാര്യയെ, അദ്ദേഹത്തിന്റെ ആ സഹശുശ്രൂഷകന്റെ ഭാര്യയെ അടുത്ത് വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ച കാര്യം, ഇദ്ദേഹം ആരോഗ്യത്തോടിരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാറുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ പുറത്തു പോകുന്നത് എങ്ങനെയാണ്? ഏത് രീതിയാണ്? പുറത്തു പോകുമ്പോൾ നിങ്ങൾ എവിടെയാണ് പോവുക? എന്തൊക്കെ കഴിഞ്ഞാണ് നിങ്ങൾ അകത്ത് വരിക? എത്ര സമയം എടുക്കുക? ആ സമയത്തിനകത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യും? തുടങ്ങി
അദ്ദേഹം ആരോഗ്യത്തോടിരുന്ന സമയത്തെ എല്ലാ കാര്യങ്ങളും പോൾ യോങ്-ഗീച്ചോ അന്വേഷിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത് പ്രകാരം അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ സഹശുശ്രൂഷകന്റെ അരികിലേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു. പ്രതികരിക്കുന്നുണ്ട്. കണ്ണടച്ച് കിടക്കുകയാണ്. അദ്ദേഹം ഓരോ കാര്യങ്ങളായിട്ട് എന്തൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു അതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞു. സി ലിസൺ മീ, ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയുക. ഞാൻ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കും. അദ്ദേഹം മെല്ലെ മെല്ലെ മെല്ലെ, നാക്ക് പൂർണ്ണമായി ക്ലിയർ ആകുന്നില്ലെങ്കിൽ പോലും ഈ പോൾ യോങ്-ഗീച്ചോ പറയുന്ന വാക്കുകളെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് കഴിയുന്ന രീതിയിൽ ശരീരം അനുവദിക്കുന്ന ശക്തിയോടുകൂടെ ആ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയാനായി തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് ഇനിയും പുറത്തു പോകും. ഞങ്ങൾ ഞങ്ങളുടെ മക്കളുമായി ഇനിയും സന്തോഷിക്കും. ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങൾ ഇനിയും ബീച്ച് വിസിറ്റ് ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഞങ്ങൾ സ്ഥിരമായി കയറാറുള്ള ഹോട്ടലിൽ കയറും. തുടങ്ങി എന്തൊക്കെയാണോ അവർ ചെയ്യുന്ന എല്ലാം ചെയ്യും 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 എന്ന് പറയാൻ തുടങ്ങി. കാരണം ആ ഹോസ്പിറ്റൽ റൂമിനകത്ത് അദ്ദേഹം ഒരു മേജർ ആക്സിഡന്റിൽ കിടക്കുകയാണെങ്കിലും ഡോക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്നത് മുഴുവൻ ഇദ്ദേഹം കേട്ടത് പ്രകാരം അദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ സിസ്റ്റം ഞാൻ എങ്ങനെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്നുള്ള രീതിയാണ് കേട്ട് പഠിച്ചു വെച്ചേക്കുന്നത്. പിന്നെ തൻ്റെ ഭാര്യ അടുത്തു വന്നു നിന്ന് കരഞ്ഞതും വിഷമിക്കുന്നതും പ്രാർത്ഥിക്കുന്നതിനകത്ത് തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ദൈവത്തോട് പറയുന്നതും ഒക്കെ ആയിരിക്കാം കേട്ട്, അപ്പൊ എനിക്കിനി രണ്ടാമതൊരു ജീവിതം ഇല്ലായിരിക്കും എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചിരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറഞ്ഞ, വിശ്വാസത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ അഭിഷിക്തനാകുന്ന പോൾ യോങ്-ഗീച്ചോ ആ റൂമിനകത്ത് വന്ന് ആ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റൂമിനകത്ത് നിന്നിരുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഇനി എഴുന്നേൽക്കാൻ പറ്റാത്ത, മരുന്നുകളോട് പ്രതികരിക്കാത്ത, ഇനി ചില മിനിറ്റുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ട ഒരു നിലവാരത്തിൽ നിന്ന അറ്റ്മോസ്ഫിയറിനെ വിശ്വാസത്തിന്റെ ആത്മാവോടുകൂടെ പോൾ യോങ്-ഗീച്ചോ ആ റൂമിനകത്ത് വന്ന് അദ്ദേഹത്തെ കൊണ്ട് ഇദ്ദേഹം വിശ്വസിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തോട് വിശ്വസിക്കാൻ പറഞ്ഞ് വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഹെൽത്തിനകത്ത് വ്യത്യാസം വന്നു. ഇദ്ദേഹം ഓരോന്ന് പറയിക്കുന്നത് കേട്ടപ്പോ ആ റൂമിൽ നിന്ന സിസ്റ്റേഴ്സ് എല്ലാം കൂടെ പയ്യെ മുഖം പൊത്തി വായ് പൊത്തി ചിരിക്കാൻ തുടങ്ങി. ഏതോ ഒരു ഭ്രാന്തൻ വന്നിരുന്ന് എന്തൊക്കെയോ പറയുന്നു. 10-15 വർഷങ്ങളൊക്കെ പഠിച്ച് FACMS എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത ഡോക്ടേഴ്സിനേക്കാൾ വലിയ ഒരു പണ്ഡിതനാണോ ഇവിടെ വന്നിരിക്കുന്നത്? ഇയാൾ എന്തൊക്കെയാ ഈ പറയുന്നതും പറയിക്കുന്നതും? ആ മനുഷ്യനുള്ള ആരോഗ്യം കൂടെ നഷ്ടപ്പെടുമല്ലോ എന്നൊക്കെ ചോദിച്ചു വാപൊത്തി നേഴ്സുമാർ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ വിശ്വാസത്തിന്റെ ആത്മാവിൽ പോൾ യോങ്-ഗീച്ചോ പറഞ്ഞു പറയിപ്പിച്ചിട്ട് താൻ അവിടം വിട്ടു പ്രാർത്ഥിച്ചു മടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ആ മനുഷ്യൻ ഡിസ്ചാർജായി. എന്തൊക്കെ അന്നത്തെ ദിവസം ആ റൂമിൽ വെച്ച് പറഞ്ഞു പറയിപ്പിച്ചോ, താൻ എന്തൊക്കെ വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചോ, അതൊക്കെ ആ മനുഷ്യൻ തൻ്റെ ഭാര്യയുമായി ചെയ്തു എന്നുള്ളതാണ്. അവർ വീണ്ടും ഔട്ടിങ്ങിന് പോയി, വീണ്ടും അവർ ഭക്ഷണം കഴിച്ചു, വീണ്ടും അവർ സന്തോഷിച്ചു, വീണ്ടും ദീർഘായുസ്സോടെ ആ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഭക്തന് വാക്കുകൾ കൊണ്ട് അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. സദൃശവാക്യങ്ങൾ 18-ാമത്തെ അധ്യായം സദൃശവാക്യം 18-21 നമുക്ക് നോക്കാം. സദൃശവാക്യം 18-21. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. മരണവും ജീവനും, ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദി പവർ ഓഫ് ദി ടങ്. നിങ്ങളെ വാക്ക് കേട്ടോ, പവർ ഓഫ് ദി ടങ്. നാവിന്റെ ശക്തിയിൽ അല്ലെങ്കിൽ നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. എന്താണ് ഡെത്ത് ആൻഡ് ലൈഫ്? മരണവും ജീവനും സൃഷ്ടിക്കാൻ കഴിവുള്ള. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം, നാവിന് എല്ലില്ല, പക്ഷെ നാവിനാണ് എല്ലുള്ള കയ്യേക്കാളും സൃഷ്ടിക്കാൻ ശക്തി അധികാരമുള്ളത്. നാവിന് എല്ലില്ല, എന്നാൽ എല്ലുള്ള കാലിനേക്കാളും സൃഷ്ടിച്ച് ചലിപ്പിക്കാൻ കഴിവുള്ള ഒരു അധികാരമാണ് നാവിൽ ഇരിക്കുന്നത്. നോക്കുക,
death and life are in the power of the tongue, and those who love it will eat its fruit. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ഇനി ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ, നിങ്ങളുടെ അവസ്ഥകൾ, ഞാൻ നേരത്തെ പോൾ യോങ്കിച്ചോയുടെ ആ ഒരു സ്റ്റോറി പറഞ്ഞതുപോലെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ അധരങ്ങളിലൂടെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളും ഞാനുമൊക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തമായ മറുപടികൾ വരുന്നതെന്നറിയാമോ? പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തമായ മറുപടികൾ. നമ്മൾ പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകുന്നു. പ്രാർത്ഥിക്കുന്ന ആൾക്കും സന്തോഷം, രോഗിക്കും സന്തോഷം. കാരണം പ്രാർത്ഥിക്കുന്ന ആൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, കേൾക്കുന്ന രോഗി വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു, അവർ സൗഖ്യമാകും. എങ്ങനെയാണത് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങൾക്കും മറുപടികൾ സംഭവിക്കുന്നു. എങ്ങനെയാണ് സംഭവിക്കുന്നത്? പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? ആത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനയുടെ പ്രത്യേകത, ആത്മാവ് ഒരിക്കലും നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, നമ്മുടെ പ്രാർത്ഥനകളിൽ എവിടെയും തന്നെ സംഭവിക്കുമോ എന്തോ എന്നൊരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറില്ല. പറയുമ്പോൾ പറയാറുണ്ടായിരിക്കും, നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ടായിരിക്കും, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന, കർത്താവേ നീ ചെയ്തു തരണം, നീ അങ്ങനെ ചെയ്തതിനായി സ്തോത്രം കർത്താവേ, നീ ആ രോഗിയെ നീ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം കർത്താവേ, ഇതിന്റെ വചനമയച്ച് നമ്മൾ വേഗതയിൽ പ്രാർത്ഥിച്ചു പോകുകയായിരിക്കും. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെയാണ്: നീ ചെയ്യണമേ, നീ ചെയ്തതിനായി സ്തോത്രം, ഇന്ന വചനപ്രകാരം നീ ആ മനുഷ്യനെ തൊടണമേ. ഇതെല്ലാം അധരം കൊണ്ട് പ്രാർത്ഥനകളിലൂടെ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് പ്രഖ്യാപിക്കുകയാണ്. എന്തോ ഒരധികാരമുള്ള ഒരു വ്യക്തിയെ പോലെ നമ്മൾ അതിനെ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു പകരുമ്പോൾ അവിടെ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. എന്നാൽ പ്രാർത്ഥനയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ സംസാരിച്ചാൽ, കർത്താവ് അങ്ങനെ ചെയ്തെങ്കിൽ നന്നായിരുന്നു, എനിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു, ഈ രീതിയിലേ നമ്മൾ പറയത്തുള്ളൂ. എന്നാൽ പ്രാർത്ഥനയുടെയും സംസാരത്തിൻ്റെയും പ്രത്യേകത ഇതാണ്: പ്രാർത്ഥന എന്നത് വിശ്വാസത്തോടുകൂടെ കൽപ്പിക്കുകയാണ്. ഇനി നമ്മൾ അവിടുന്ന് കുറച്ചും കൂടെ ഒന്ന് മേളിലോട്ട് കയറി, അത് നമ്മൾ സ്പിരിറ്റിലെ പ്രെയറാണ്, അന്യഭാഷയിലെ പ്രെയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യുക 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 എന്നുള്ള പ്രാർത്ഥനകളായിരിക്കും അവിടെ സംഭവിക്കുന്നത്. അതാണ് അന്യഭാഷ പ്രാർത്ഥനയുടെ പ്രത്യേകത. യേശുവിന്റെ നാമത്താൽ ഇന്ന് രാത്രിയിലും ഈ സദൃശവാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്: എന്നിലും നിങ്ങളിലും ഇരിക്കുന്ന നാവിന്റെ മേൽ ദൈവം ഒരധികാരം ഇട്ടിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും നാവിന്റെ മേൽ ദൈവം ഒരു അധികാരം നിക്ഷേപിച്ചിട്ടുണ്ട്. ആരാണോ ആ അധികാരത്തിനകത്തൊരു ഫ്രൂട്ട് ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്, ആ അധികാരത്തിനകത്തൊരു ഫ്രൂട്ട് ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്, അവൻ ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജിൽ ചിലത് ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാകും. ആരാണോ ആ നാവിന്റെ അകത്തൊരു അധികാരമുണ്ടെന്ന് തിരിച്ചറിയുന്നത്, അവൻ ഇന്ന് രാത്രിയിൽ ഒരു ഫ്രൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാകും. മനസ്സിലാക്കുക, സദൃശ്യവാക്യങ്ങളിൽ ശലോമോൻ പറയുന്നത് ഇങ്ങനെയാണ്: നാവിലിട്ടിരിക്കുന്ന ഒരധികാരം. പക്ഷേ ഇതേ നാവിനെയാണ് സൈത്താൻ ട്രാപ്പ് ചെയ്യുന്നത്. സാത്താൻ ട്രാപ്പ് ചെയ്യുന്നത് ഈ നാവാണ്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നാവിൻ അസ്ഥിയില്ലാത്ത, എല്ലില്ലാത്ത നാവിൻ അധികാരമുണ്ടെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. കാരണം ദൈവം സകലവും സൃഷ്ടിച്ചത് തൻ്റെ നാവിലൂടെയാണ്, വായിലൂടെയാണ്, ശബ്ദത്തിലൂടെയാണ്. നാം നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് ദൈവം പറഞ്ഞപ്പോൾ, മനുഷ്യൻ വാഴണമെന്നുള്ള ആഗ്രഹത്തിൽ ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ, അവൻ ഒരു അതോറിറ്റി മാനായി മാറണമെന്ന് ഇച്ഛിച്ച ദൈവം അവന്റെ നാവിൽ അധികാരം നൽകിയിരിക്കുന്നു. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, അധികാരമുള്ള നാവ് കൊണ്ട് എന്തു പറഞ്ഞാലും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് തന്നെയാണ്. ക്രിയേറ്റിംഗ് ദ ഫ്രൂട്ട് ഓഫ് ദി ലിപ്സ്, നാവിന്റെ അധികാരം സൃഷ്ടിക്കും, നാവിന്റെ അധികാരത്തോടെ ഫലം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ്. നമ്മുടെ ഒരു ദിവസത്തെ ജീവിതം മുഴുവനും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ വായി കൊണ്ട് നാം സംസാരിക്കുന്നതിനകത്ത് സൃഷ്ടിക്കപ്പെടേണ്ട വാക്കുകൾ വളരെ കുറവാണ്. നമ്മൾ ഒരു ദിവസം കുറഞ്ഞ പക്ഷം 50,000 വാക്കുകൾ അല്ലെങ്കിൽ 60,000 വാക്കുകൾ, ചിലപ്പോൾ അതിൽ കൂടുതൽ നമ്മളൊക്കെ സംസാരിക്കുമായിരിക്കും.
പക്ഷെ അതിനകത്ത് ചിലപ്പോൾ 1,00,000 വാക്കുകൾ സംസാരിക്കുന്നവരുണ്ട്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ്, 1,00,000-ന് പുറത്ത് സംസാരിക്കുന്നവരുണ്ട്. കാരണം കൂടുതലും പ്രാർത്ഥിക്കുന്നു, ദൈവവചനം വായിക്കുകയും മറ്റുള്ളവരോട് സംസാരിക്കുകയും അവരെ ബലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു. അപ്പം അതിൽ കൂടുതലും സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു മനുഷ്യന്റെ സ്വാഭാവിക സംഭാഷണങ്ങൾക്കകത്ത് ജീവിപ്പിക്കുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള വാക്കുകൾ വളരെ കുറവാണ്. ക്രിയേറ്റ് ചെയ്യുന്നതും ജീവിപ്പിക്കുന്നതുമായ വാക്കുകൾ വളരെ കുറവാണ്. ഇവിടെ മത്തായി എഴുതിയ സുവിശേഷം 17-ാമത്തെ വാക്യം, മത്തായി എഴുതിയ സുവിശേഷം 17-ാമത്തെ വാക്യത്തിൽ നാം മനസ്സിലാക്കുകയാണെങ്കിൽ, താങ്ക് യു ജീസസ്, 17-ന്റെ 21-ാമത്തെ വാക്യത്തിൽ നിങ്ങളൊന്ന് നോക്കുക. 17-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കുക. 17-ാമത്തെ, അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടു പോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന്, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. നിങ്ങൾ ആ ചോദ്യം മനസ്സിലാക്കണം. ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത്? യേശു യൂസ് ചെയ്തത് വേർഡാണ്, ശിഷ്യന്മാർ യൂസ് ചെയ്തത് വേർഡാണ്. എന്നാൽ യേശുവിന്റെ വേർഡിൽ ഭൂതം പുറത്തുപോയി, ശിഷ്യന്മാരുടെ വേർഡിൽ ഭൂതം പുറത്തു പോയില്ല. അവിടെ ശിഷ്യന്മാർ മനസ്സിലാക്കുന്ന ഒരു കാര്യം, യേശുവും സംസാരിക്കുന്നു, ഞങ്ങളും സംസാരിക്കുന്നു. യേശുവും അധികാരത്തോടെ കൽപ്പിച്ചു, ഞങ്ങളും അധികാരത്തോടെ കൽപ്പിച്ചു. പക്ഷെ യേശു കൽപ്പിച്ചപ്പോ ഭൂതം പുറത്തുപോയി, ബാലൻ സൗഖ്യമായി. ഞങ്ങൾ കൽപ്പിച്ചപ്പോൾ ഭൂതം പുറത്തുപോയില്ല, ബാലൻ രോഗിയായി തന്നെ തുടർന്നു. എന്താണ് ഇതിനകത്തുള്ള വൈരുദ്ധ്യം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് റബ്ബി ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത്? ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? പുറത്താക്കി കൂടാൻ എന്ന് പറഞ്ഞാൽ നിനക്ക് കഴിയില്ല. അതെന്താ അങ്ങനൊരവസ്ഥ? എന്നെ കൊണ്ട് കഴിയില്ല. അതെന്താ അങ്ങനൊരവസ്ഥ? എനിക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത്? ഞാൻ എന്താ പറഞ്ഞാ പുറത്തു പൊയ്ക്കൂടെ അതിന്? പക്ഷെ ഞാൻ പറഞ്ഞാൽ എന്താ അത് പുറത്തു പോകാത്തത്? അത് അവിടുത്തെ ചോദ്യം. നിങ്ങൾ ചിന്തിക്കുന്നു, കർത്താവിന്റെ ദാസനെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ സൗഖ്യം നടക്കുന്നു, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചാൽ എന്താ സൗഖ്യം നടക്കാത്തത്? കർത്താവിന്റെ ദാസനെ, ഇതേ വിഷയം തന്നെ എന്റെ സഹോദരി പ്രാർത്ഥിച്ചു, അവൾ പ്രാർത്ഥിച്ചു, അത് പ്രാപിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാ നടക്കാഞ്ഞത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടാവും. എന്റെ കൂടെ ഇറങ്ങിയവർക്ക് കാര്യം നടന്നു, എനിക്ക് ചെയ്തു കൂടാഞ്ഞത് എന്ത്? എന്റെ കൂടെ ഇന്റർവ്യൂവിന് വന്നവൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നു, എനിക്ക് വന്നുകൂടാഞ്ഞത് എന്ത്? എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാഞ്ഞത് എന്ത്? അപ്പൊ കഴിയാത്ത അവസ്ഥയിൽ ആക്കി നിർത്തുന്ന ഒരു അനുഭവമുണ്ട്. പ്രാർത്ഥിക്കുന്നവരാണ്, വചനം സംസാരിക്കുന്നവരും കേൾക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ്. പക്ഷെ എനിക്ക് ചെയ്തു കൂടാഞ്ഞ ഒരു പരിമിതി എന്റെ പ്രാർത്ഥനയുടെ നടുവിൽ വരിച്ചു കെട്ടിയിരിക്കുന്നു. എനിക്ക് ചെയ്തു കൂടാഞ്ഞത്, എനിക്ക് കഴിയാത്തൊരു പരിമിതി എന്റെ പ്രാർത്ഥനയുടെ നടുവിൽ വലിച്ചു കെട്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ശിഷ്യനാണ്, കർത്താവിനോടുകൂടെ നിൽക്കുന്ന ശിഷ്യനാണ്, യേശുവിൽ വിശ്വസിക്കുന്ന ശിഷ്യനാണ്. പക്ഷെ എനിക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത്? ഇന്ന് അങ്ങനെയുള്ള ചോദ്യങ്ങൾ. എനിക്ക് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ചുകൂടാഞ്ഞത് എന്ത്? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, മറുപടി എനിക്ക് ലഭിച്ചുകൂടാഞ്ഞത് എന്ത്? എന്താ എനിക്ക് മാത്രം ഇത്രത്തോളം ദുഃഖം, എനിക്കൊരു സന്തോഷം അനുഭവിച്ചുകൂടാഞ്ഞത് എന്ത്? എന്റെ വീട്ടിനകത്തൊരു വ്യത്യാസം വന്നുകൂടാഞ്ഞത് എന്ത്? ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അവരുടെ ശ്രദ്ധയ്ക്കായി ഞാൻ പറയുന്നു. യേശു അവരോട് പറഞ്ഞു 21-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട്, ഭൂതത്തോടല്ല, ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയും ഇല്ല. യേശുവിന്റെ ആ വേർഡ് ഭയങ്കര പവറാട്ടോ.
ഈ മലയോട്, മലയ്ക്ക് ചലിക്കാൻ പറ്റും. യേശു ചലിച്ചു പോകുന്ന ഭൂതത്തെയാ പുറത്താക്കിയത്. അതിനേക്കാൾ വലിയ ഒരു ടാസ്ക് ആണ് ശിഷ്യന് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ പറന്നു പോകത്തക്ക ആത്മശരീരമുള്ള ഭൂതത്തോട് പുറത്താക്കിയ യേശു ശിഷ്യനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന അതൊരു പ്രോമിസാണ്. ശിഷ്യനെ പരീക്ഷിച്ചതല്ല, യേശു ശിഷ്യന് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്. അതെന്താണെന്നറിയാമോ? ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി. നിങ്ങൾ ആ വേർഡ് മനസ്സിലാക്കിയോ? ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി. ഇവിടെ നിന്ന് നീങ്ങിയെന്നല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് അവിടെ നിൽക്ക. പക്ഷേ കൽപ്പിക്കുന്ന ഒരു വ്യക്തിക്ക്, അധികാരമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി അവിടുത്തെ സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം പോ എന്നല്ല പറയാൻ, എങ്ങോട്ട് പോകണം എന്ന് ഒരു സ്പിരിച്വൽ മാൻ ഓൾറെഡി ഡിസൈൻ ചെയ്തിരിക്കുക. ആ സ്പിരിറ്റിനെ, ആ അവസ്ഥയെ എങ്ങോട്ട് ശാസിച്ചു മാറ്റണം എന്ന് ഒരു ആത്മീയ പൈതൽ തിരിച്ചറിഞ്ഞിരിക്കണം. യേശുവിന്റെ നാമത്തിൽ ഭൂതമേ പോ, ഭൂതമേ പോ, ആത്മാവേ പോ എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൽ നിന്ന് ഇറങ്ങി മാറി അവിടെ നിൽക്കും. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് യേശു ഭൂതങ്ങളെ പുറത്താക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലഗ്യോനെ യേശു പുറത്താക്കിയ രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? പന്നിക്കൂട്ടത്തിന് നേരെ, പന്നിക്കൂട്ടത്തിലേക്കാണ് യേശു അതിനെ പറഞ്ഞയച്ചത്. പന്നിക്കൂട്ടത്തിലേക്ക് യേശു അതിനെ പറഞ്ഞയച്ചത്. അവിടുന്ന് മാറിപ്പോ, വിട്ടുപോ. യേശു എപ്പോ അത് പറഞ്ഞാലും വ്യക്തമായി ഒന്നുകിൽ യേശു തന്റെ ആത്മാവിൽ അല്ലെങ്കിൽ തന്റെ വേർഡിൽ അതിനെ എവിടെ പറഞ്ഞു വിടണം എന്ന് വ്യക്തമായിട്ട് യേശുവിന് അറിയായിരുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക്, നമ്മൾ ഒരു സ്പിരിറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് വ്യക്തമായ അതോറിറ്റിയോടുകൂടെ നിന്നാണെന്നുണ്ടെങ്കിൽ യേശുവിന്റെ ഈ വാക്ക് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. നമ്മൾ ഒരു ദുരാത്മാവിനെ ശാസിക്കുമ്പോൾ, ഒരു ദുർഭൂതത്തെ ശാസിക്കുമ്പോൾ, ഒരു രോഗിയെ നമ്മൾ പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ കിടക്കുന്ന ആത്മാവിനെ ശാസിക്കുമ്പോൾ അത് എവിടെ പോകണം എന്നുള്ളത് വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. താഴെ പറയുന്ന വേറൊരു വാക്യമുണ്ട്. ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, ഒന്നും നിങ്ങൾക്ക് അസാധ്യമാകുകയുമില്ല. അതൊരു വാഗ്ദത്തമാണ്. ബ്രാക്കറ്റിൽ പറയുന്നു എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവിടെയും യേശു മലയുടെ മേൽ പോയി തള്ളാനല്ല പറയുന്നേ, വാക്കുകൊണ്ട് കൽപ്പിക്കാനാ പറയുന്നത്. മലയെ പോയി തള്ളാനോ അതിന്റെ അടിസ്ഥാനം കുത്തിപ്പറിക്കാനോ അല്ല പറയുന്നേ, വാക്കുകൊണ്ട് അതിനെ ശാസിക്കാനാ പറയുന്നത്. ഒരു പ്രവൃത്തിക്ക് ചെയ്യാൻ കഴിയാത്തത് ഒരു വാക്കിന് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ഒരു പ്രവൃത്തിക്ക് ചെയ്യാൻ കഴിയാത്തത്, ഞാനിത് നിങ്ങളോടൊരു ദൂതായി കൈമാറുകയാണ്. ഒരു പ്രവൃത്തിക്ക് ചെയ്യാൻ കഴിയാത്തത് ഒരു വാക്കിന് ചെയ്യാൻ കഴിയും. ഒരു പ്രവൃത്തിക്ക് ചെയ്യാൻ കഴിയാത്തത് ഒരു പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ കഴിയും. ഒരു കൂട്ടത്തിന് ചെയ്യാൻ കഴിയാത്തത് ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയും. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവമകന്, ഒരു ദൈവവിശ്വാസിക്ക്, ഒരു ദൈവത്തിന്റെ സ്നേഹിതന് പ്രവർത്തിക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയാത്തത് വാക്കുകൊണ്ട് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയും. കർത്താവ് ഈ ഭൂമിയെ മുഴുവനും സൃഷ്ടിച്ചത്, കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ഒരൊറ്റ വാക്കിനകത്താണ്. ഇന്ന് രാത്രിയിലും ആ സൃഷ്ടിക്കുന്ന വാക്ക് നിങ്ങളുടെ വീടിനകത്ത് വെളിപ്പെട്ടു വരുമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വചനം പറയുന്നത് ഇതാണ്: ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ആ വാക്കിന്റെ ഒരു പവർ നിങ്ങൾ നോക്കിക്കോ. അതിന് ശീമോൻ, ദാദാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത
പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. ശ്രദ്ധിച്ചേ, അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു ശരീരം കൊണ്ട് പത്രോസിന്, ശീമോന് ചെയ്യാൻ കഴിയുന്നതിന്റെ അങ്ങേ അറ്റം ആ മനുഷ്യൻ ചെയ്തു. രാത്രിയിൽ സമപ്രായക്കാർ കിടന്നുറങ്ങുമ്പോഴും, രാത്രിയിൽ സുഖമായി അവർ ഉറക്കം ആസ്വദിക്കുമ്പോഴും, ജീവിത പ്രാരാബ്ധം കൊണ്ട് രാത്രികളിൽ ഉറക്കമളച്ച് പകലൊന്നും സാധാരണക്കാർ അധ്വാനിക്കുന്നത് പോലെയല്ല, രാത്രിയിൽ ഉറക്കമുളച്ച് കിടന്ന് ആമേൻ താൻ ആ കടല് മുഴുവൻ ചുറ്റിക്കറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. താൻ പതിവായി വലയിടുന്നിടത്തും പുതിയതായി പലയിടത്തും ഒക്കെ താൻ വലയെറിഞ്ഞിട്ടും കടല് പോലെ ഒരു സ്ഥലത്ത് നിന്ന് ഒന്നും പ്രാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ നിരാശയോടുകൂടെ ആ വള്ളത്തെ കരയിലേക്ക് അടുപ്പിക്കുമ്പോൾ യേശുക്രിസ്തു അവിടെ കാണിക്കുന്നതൊരു മാജിക് അല്ല. കാരണം യേശുവിന്റെ ആ വാക്കിൽ പത്രോസിന് വിശ്വാസം ഉണ്ടായി എന്നുണ്ടെങ്കിൽ യേശുവിന്റെ വായിൽ നിന്ന് വന്ന ആ വാചകത്തിനകത്ത് ഒരു ഫെയ്ത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഹല്ലേലൂയ. കാരണം മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കേണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. ആ പടകിനകത്തിരുന്ന് യേശുക്രിസ്തു സംസാരിച്ചപ്പോൾ വന്നു കൂടിയ ഒരു പെരുത്ത മീൻകൂട്ടം. ആ കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുള്ള കടല, പക്ഷേ പത്രോസിന്റെ വലയിൽ മാത്രം മീന് കയറുന്നില്ല. പക്ഷെ ഒരു കാര്യം, പത്രോസിന്റെ കൂടെ ഇറങ്ങിയ മറ്റ് അനേകർക്ക് അന്നത്തെ ദിവസം മീന് കിട്ടിയിട്ടുണ്ടായിരിക്കും. കുറെ പേർ മീന് കിട്ടി കരയിൽ വന്നു. പകല് മീൻ പിടിക്കാൻ പോയവർ മീൻ കിട്ടി കരയിൽ വന്നു. രാത്രി പത്രോസിനോട് കൂടെ മീൻ പിടിക്കാൻ ഇറങ്ങിയവരുണ്ടാകും, കുറച്ച് മീന് കിട്ടിയവരുണ്ടാകും, കിട്ടാത്തവരുണ്ടാകും, എല്ലാം കൂടെ മിക്സഡാ. പക്ഷെ ആ പടകിലിരുന്ന് യേശുക്രിസ്തു ഉരുവിട്ട വാക്യവചനങ്ങളാൽ, അല്ലെങ്കിൽ ജനത്തോട് ഉപദേശിച്ച അധികാരത്തോടു കൂടിയ ഉപദേശത്താൽ മീനുകളെല്ലാം കൂടെ ഒരിടത്ത് വന്ന് ഒരുമിച്ച് കൂടി. ഉടനെ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഇനി നീ ആഴത്തിലേക്ക് വല ഇറക്കുക, ആഴത്തിലേക്ക് വല ഇറക്കുക. ഉടൻ പത്രോസ് പറഞ്ഞ മറുപടി ഇതാണ്, രാത്രി മുഴുവൻ ഞാൻ പരിശ്രമിച്ചു. തന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് താൻ ചെയ്തിട്ട് നടക്കാത്തത്, തന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിൽ നിന്നുകൊണ്ട് താൻ ചെയ്തിട്ട് നടക്കാത്തത്, തന്റെ പാരമ്പര്യ അനുഭവങ്ങൾ കൊണ്ട് താൻ ചെയ്തിട്ട് നടക്കാത്തത്, തിരിച്ചും മറിച്ചും പലയിടത്തും വലയിട്ടിട്ടും താൻ നടക്കാത്തത്. പത്രോസ് ഇവിടെ പറയുകയാണ്, ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ വലയിട്ട് നോക്കി, രാത്രി മുഴുവൻ ഞാൻ സമയം സ്പെൻഡ് ചെയ്തു നോക്കി, കിട്ടിയില്ല, നിരാശയോടെയാണ് വന്നത്. പക്ഷെ ഇപ്പോൾ നിന്റെ വാക്കിനെ പ്രതി ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്യാം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ആരോടോ വളരെ ശക്തമായി സംസാരിക്കുകയാണ്. അവൻ നീ ഒത്തിരി വട്ടം ട്രൈ ചെയ്തിട്ടും, ഒത്തിരി വട്ടം പരിശ്രമിച്ചിട്ടും, ഒത്തിരി വട്ടം നീ ഇടത്തും വലത്തും ഒക്കെ നീ ട്രൈ ചെയ്തിട്ടും പരാജയപ്പെട്ടു പോയി എങ്കിൽ, ഒത്തിരി പ്രാവശ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടും പരാജയപ്പെട്ടു പോയി എങ്കിൽ, അവൻ നിങ്ങളുടെ ബുദ്ധി കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും ഒക്കെ നിങ്ങൾ ചെയ്യാവുന്നതിന്റെ അവസാനം വരെയും നിങ്ങൾ ചെയ്തിട്ട് നിരാശയോടെയാണ് ഇപ്പോൾ വന്നിരുന്ന് ഈ മെസ്സേജ് കേൾക്കുന്നതെങ്കിൽ, ശീമോൻ കർത്താവിനോട് കാണിച്ചൊരു അനുസരണമുണ്ട്. നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇന്ന് ദൈവം ആരോടോ സംസാരിക്കുകയാണ്. ദൈവം നിങ്ങളോട് പറയുന്ന ഈ വാക്കിനെ, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഈ വാക്കിനെ, ദൈവം നിങ്ങളോട് അരുളി ചെയ്യുന്ന ഈ വാക്കിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ഒരിക്കൽ കൂടെ അവന്റെ വാക്കിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ട്രൈ ചെയ്താൽ സ്വർഗം അതിന്റെ മേലൊരു വിജയം നടത്തും. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നടക്കാത്തൊരു കാര്യ, പക്ഷെ ഈ ദൂതിന്റെ പേരിൽ ഞാൻ ചെയ്യാം. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തൊരു കാര്യ, ഒത്തിരി ഉപവസിച്ചിട്ട് നടക്കാത്തൊരു കാര്യ, പക്ഷെ ഇന്നത്തെ ഈ വാക്കിൽ ഞാൻ അത് ചെയ്യാം എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, കർത്താവിനോട് നിങ്ങൾ ഈ വാക്കിന് രാമേൻ പറയുകയാണെങ്കിൽ, ഈ ദൂതിനോട് രാമേൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒത്തിരി വർഷം കൊണ്ട് ട്രൈ ചെയ്തിട്ട് നടക്കാത്തത് ഈ വേർഡിനാൽ സംഭവിക്കും. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും.
ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. അധരത്തിന് മാത്രമേ ഫലം സൃഷ്ടിക്കാൻ പറ്റൂ. വാക്കുകൊണ്ട് നിങ്ങൾ പറയുന്നത് സംഭവിക്കും. വാക്കുകൊണ്ട് നിങ്ങൾ പറയുന്നത് സംഭവിക്കും. ഹല്ലേലൂയ. ഞാൻ എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. നമ്മുടെ അധരത്തിന് ദൈവം തന്നിരിക്കുന്ന അധികാരത്തിന് ക്രിയേറ്റ് ചെയ്യുക എന്ന ഒരു നിർദ്ദേശമാണ് സ്വർഗം കൊടുത്തിരിക്കുന്നത്. നമ്മുടെയൊക്കെ വാക്കുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം 60,000 വാക്ക് നമ്മൾ സംസാരിച്ചാൽ, അല്ലെങ്കിൽ 50,000 വാക്ക് സംസാരിച്ചാൽ, അല്ലെങ്കിൽ 30,000 വാക്ക് സംസാരിച്ചാൽ, അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന വാക്ക് കുറവും സംശയം ജനിപ്പിക്കുന്ന വാക്ക് കൂടുതലുമായിരിക്കും. വിജയത്തിന്റെ വാക്ക് കുറവും പരാജയത്തിന്റെ വാക്ക് കൂടുതലുമായിരിക്കും. ആരോഗ്യത്തിന്റെ വാക്ക് കുറവും അനാരോഗ്യത്തിന്റെ വാക്ക് കൂടുതലുമായിരിക്കും. വിശ്വാസത്തിന്റെ വാക്ക് കുറവും അവിശ്വാസത്തിന്റെ വാക്ക് കൂടുതലുമായിരിക്കും. വേണേ നാളെ മുതൽ ഒന്ന് നോട്ട് ചെയ്തോ. കാരണം ദൈവം ഇങ്ങനെയല്ല മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സിംഹം തുടങ്ങി അണലി വരെ മനുഷ്യനെ അനുസരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അതോറിറ്റിയിലാണ് ദൈവം മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തത്. കാരണം ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ ദൈവം അധരത്തിന്റെ ഫലമായിട്ടാണ് മനുഷ്യനെയും സൃഷ്ടിച്ചത്. ആ മനുഷ്യന്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന ദൈവിക അധികാരത്തിന് സൃഷ്ടിക്കുക എന്ന കഴിവാണുള്ളത്. കർത്താവ് ഒരിടത്ത്, പഴയ നിയമത്തിൽ ഒരിടത്ത് പറഞ്ഞു, കുരുടനെയും കാഴ്ചയുള്ളവനെയും സൃഷ്ടിച്ചത് ഞാൻ തന്നെയല്ലയോ? കേൾവിശക്തിയുള്ളവനെയും ബധിരനെയും സൃഷ്ടിച്ചത് ഞാൻ തന്നെയല്ലയോ? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയത് ഞാൻ തന്നെയല്ലയോ എന്ന് പറയുന്നത് പോലെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആ ഒരു നിർദ്ദേശപ്രകാരം നമ്മുടെ നാവിനുള്ളത്. ഈ നാവ് കൊണ്ട് നമ്മൾ പറയുന്നത് എന്തും ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് നല്ലതാകിലും തീയതാകിലും. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, സാത്താൻ സ്വാധീനിക്കുന്ന മനുഷ്യനൊന്നും തന്നെ വിശ്വാസത്തിന്റെ വാക്കുകൾ വായിൽ വരുന്നത് കുറവായിരിക്കും. എത്ര വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും, എത്ര തന്നെ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാലും, സാത്താൻ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസത്തിന്റെ വാക്കുകൾ വിശ്വാസത്തോടെ പറയാൻ കഴിയുന്നതിന്റെ അളവ് വളരെ കുറവാണ്. ഒരിക്കൽ ധൂർത്തുപുത്രൻ അപ്പന്റെ കയ്യിൽ നിന്ന് ഷെയർ എല്ലാം വാങ്ങിയിട്ട്, ഞാൻ ഇത് പറയുമ്പം ഇതിനകത്ത് ഒരുപാട് പേർക്ക് ഒരു ബലമുണ്ടാവും. അപ്പന്റെ കയ്യിൽ നിന്ന് ഷെയർ മുഴുവൻ വാങ്ങിയിട്ട് അപ്പനെയും അപ്പന്റെ വീട്ടുകാരെയും വേലക്കാരെയും എല്ലാം ഉപേക്ഷിച്ച് ദൂരദേശത്ത് യാത്രയായ ഈ മകൻ എല്ലാം നഷ്ടപ്പെട്ടവനായി തിരിച്ചു വരുമ്പോ, അത് ലൂക്കോസിന്റെ സുവിശേഷം അല്ല, ആമേൻ, അത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ എന്തായാലും പറയാം. മടങ്ങി വരുന്ന സമയത്ത്, ലൂക്കോസിന്റെ സുവിശേഷം തന്നെയാണ്, ആ മകൻ മടങ്ങി വരുന്ന സമയം അപ്പന്റെ അടുത്ത് വന്ന് ആ മകൻ പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ, ഞാൻ എൻ്റെ അപ്പന്റെ അടുത്ത് ചെല്ലും, ഞാൻ ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു എന്നും അതുകൊണ്ട് എന്നെ നിന്റെ മകനായി ഇനി എണ്ണാൻ കൊള്ളത്തില്ലെന്നും നിന്റെ കൂലിക്കാരിൽ ഒരുവനായി എന്നെ കാണണമെന്നും ഞാൻ പറയും. ആ വാക്ക് കണ്ടോ? മകൻ വന്നില്ല. മകൻ ഇപ്പോഴും ദൂരദേശത്താണ്. മകൻ അപ്പന്റെ അടുത്ത് എത്തിയില്ല. മകൻ എവിടെയും വന്നിട്ടില്ല. പക്ഷെ അപ്പന്റെ അടുത്ത് വന്നിട്ട് പറയേണ്ടത് എന്ത് എന്ന് അവൻ തന്റെ ഹൃദയത്തിൽ താൻ പ്രിപ്പയർ ആകുകയാണ്. എന്താണ് പറയേണ്ടത്? കാരണം ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ ഒരു അപ്പനുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവന്റെ കയ്യിൽ അപ്പന്റെ പേരിൽ നിന്ന് ഇവന്റെ പേരിലേക്ക് ആക്കിയ എല്ലാ ഷെയറും തീർന്നു. അപ്പന്റെ പിടിച്ചു മേടിച്ചുകൊണ്ട് പോയ പണമെല്ലാം തീർന്നു.
അവൻ കൊണ്ടുപോയ വജ്രങ്ങളും സ്വർണങ്ങളും രത്നങ്ങളും എല്ലാം തീർന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്നത് എല്ലാം തീർന്നു. ഉടുതുണി മാത്രമായി അവൻ നിൽക്കുമ്പോൾ ഭക്ഷണം പോലും അവന്റെ മുമ്പിൽ കഴിക്കാനില്ലാതെ പന്നിക്ക് കൊടുക്കുന്ന വാളവിര തിന്ന് വിശപ്പടക്കി നിൽക്കുന്ന സമയത്തും അവൻ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് ഞാൻ വിളിച്ചാൽ വരാൻ എനിക്ക് ഒരു സുഹൃത്തും ഇല്ല, കാരണം എൻ്റെ കയ്യിൽ പണമില്ല. ഇന്ന് എനിക്ക് ചെന്നാൽ എന്നെ കൈക്കൊള്ളാൻ ആരുമില്ല, കാരണം എനിക്ക് പണമില്ല. പക്ഷെ ഞാൻ സംസാരിച്ചാൽ കേൾക്കാൻ ഒരപ്പനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചത്. ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ ഒരു അപ്പനുണ്ട്, ഞാൻ പറഞ്ഞാൽ ചെയ്യാൻ ഒരു അപ്പനുണ്ട്, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം എന്നെ സ്നേഹിക്കാൻ ഒരു അപ്പനുണ്ട്. ഞാൻ എൻ്റെ അപ്പനോട് ചെന്ന് ഇങ്ങനെ പറയും. പോയിട്ടില്ല, പോകാൻ തീരുമാനിക്കുന്നേ ഉള്ളൂ. പക്ഷെ പറയാനുള്ള കാര്യം ഓൾറെഡി അവൻ പ്രിപ്പയർ ആകുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോടൊരു ആശയം കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, ഇന്ന് അവന്റെ പേരിൽ 1 സെന്റ് ഭൂമി അവിടെ ഇല്ല. ഇന്ന് ഈ ധൂർത്തുപുത്രന്റെ ഒരു അസറ്റും ഇന്നില്ല. എല്ലാം വാങ്ങിയാണ് ഇവൻ പിൻവാങ്ങിപ്പോയത്, എല്ലാം വാങ്ങിയാണ് ഇവൻ വിട്ടുപോയത്. ഇന്ന് ഇവന്റെ പേരിൽ ഒന്നും അവിടെ അവശേഷിക്കുന്നില്ല. പക്ഷേ ഈ ഒരു തീരുമാനത്തോടെ അപ്പന്റെ ഭവനത്തിലേക്ക് വന്ന് കയറുമ്പോൾ ഈ മനുഷ്യനെ ആദ്യം എതിരേൽക്കുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ഇവന്റെ ഒരു വസ്തു പോലും, ഇവന്റെ ഒരു പേന പോലും ഇന്ന് ആ വീട്ടിലില്ല. കാരണം എല്ലാം കൈക്കലാക്കിയാണ് ഇവൻ മടങ്ങിയത്. ഇന്ന് ഇവന്റെ പേരിൽ ഒന്നുമില്ല. എന്നാൽ ഈ അപ്പന്റെ അരികിലേക്ക് ഈ മനുഷ്യൻ മടങ്ങി വരുമ്പോ ആദ്യം തന്റെ കാര്യസ്ഥന്മാരോട് പറയുന്നത്, വേലക്കാരോട് പറയുന്നത്, ഓടിച്ചെന്ന് അവന്റെ കാലിന് ചെരുപ്പണിയിക്കുക. അവന്റെ കയ്യിൽ ഒരു പൊന്മോതിരം അണിയിക്കാൻ അപ്പൻ തയ്യാറായി. അവന് പുതിയ വസ്ത്രം കൊടുക്കാൻ അപ്പൻ തയ്യാറായി. അവന്റെ കഴുത്തിന് കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ തയ്യാറായി. ഞാൻ വീണ്ടും പറയട്ടെ, എല്ലാം വാങ്ങി പുറപ്പെട്ടു പോയ മനുഷ്യൻ ഇനി എനിക്ക് എന്റെ പേരിൽ ഒന്നുമില്ല എന്ന് തിരിച്ചറിയുമ്പോഴും ആമേൻ, തന്റെ കൂലിക്കാരിൽ ഒരുവനായി എന്നെ കാണണം എന്നുള്ള ഒരു അപേക്ഷ കഴിക്കാൻ ഞാൻ അങ്ങനെ പറയും. അപ്പോൾ അവൻ എന്നെ കൂലിക്കാരനായിട്ടെങ്കിലും എടുക്കും, ആ കൂലിപ്പണം വാങ്ങിയെങ്കിലും ഭക്ഷണം കഴിച്ച് ജീവിക്കാം എന്ന് ചിന്തിച്ച് അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയ മകൻ തന്റെ പേരിൽ സ്വന്തമായി ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ ഏറ്റുവാങ്ങുന്നതൊരു പുതിയ ചെരുപ്പ്, പുതിയ മോതിരം, പുതിയ വസ്ത്രം, പുതിയ സ്നേഹം. ഇന്ന് രാത്രിയിൽ കുഞ്ഞെ, നിന്റെ പേരിൽ ഒന്നുമില്ലെങ്കിലും, നിങ്ങളുടെ പേരിൽ എടുക്കാൻ ഒന്നുമില്ലെങ്കിലും, നിങ്ങൾക്ക് സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ലെങ്കിലും, നിങ്ങൾ യേശു അപ്പനോട് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഇന്നത്തെ ഈ മെസ്സേജിൽ വിശ്വസിക്കാനും വിശ്വാസ പ്രഖ്യാപനം നടത്താനും തയ്യാറാണെങ്കിൽ, ഓ ദൈവം നിങ്ങളുടെ കണ്ണ് കണ്ടിട്ടില്ലാത്തത് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. ഞാൻ അവനോട് പറയും, എന്റെ അപ്പനോട് ഞാൻ പറയും, എന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് ഞാൻ ഇങ്ങനെ പറയും എന്ന തീരുമാനം പറയാൻ താൻ തയ്യാറെടുത്ത് താൻ സഞ്ചരിച്ച് അപ്പന്റെ ഭവനത്തിലേക്ക് എത്തിയതേ ഉള്ളൂ. തന്റെ പേരിൽ ഇല്ലാതിരുന്നത് തന്റെ പേരിലേക്ക് ആയി വരികയാണ് ചെയ്യുന്നത്. തന്റെ പേരിൽ ഒരു വീട്ടിനകത്തിടുന്നതും പുറത്തിടുന്നതുമായ ഒരു ചെരുപ്പ് പോലും ഇല്ലാതിരിക്കെ എല്ലാം കൈക്കലാക്കി ദൂരദേശത്ത് കൊണ്ടുപോയി നശിപ്പിച്ച് നാമാവശേഷമായി വീട്ടിൽ വന്നു കയറുന്ന മകൻ ഇതാ പുതിയ ചെരുപ്പ് വാങ്ങാൻ തയ്യാറാകുന്നുവെങ്കിൽ, പുതിയ മോതിരത്തിനായി തന്റെ കൈകളെ ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ, പുതിയ വസ്ത്രത്തിനായി തന്റെ ഉടലിനെ ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ, പുതിയ സ്നേഹം കൈക്കൊള്ളുവാൻ തനിക്കൊരു ഭാഗ്യപദവി വീഴുന്നെങ്കിൽ, ഇന്ന് രാത്രിയിലും കുഞ്ഞെ, നിങ്ങളുടെ പേരിൽ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കണ്ണ് കണ്ടിട്ടില്ലാത്തത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരം ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തന്നിട്ടുണ്ട്. പറയാൻ തയ്യാറാകുക. രോഗമുള്ള നിന്റെ ശരീരത്തെ നോക്കി എന്നെ സൗഖ്യമാക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് പറയാൻ തയ്യാറാകുക. ബാങ്ക് ജപ്തി ചെയ്തുകൊണ്ട് പോകാനിരിക്കുന്ന ഭവനത്തെ നോക്കി ഇത് വീണ്ടെടുത്ത് തരാനുള്ള സ്വർഗീയ ധനം എനിക്ക് ദൈവം ഒരുക്കുമെന്ന് പറയാൻ തയ്യാറാകുക. പഠിക്കാൻ ബുദ്ധിയില്ലാത്ത മക്കളെ നോക്കി ഇവർ നാളെ ദേശത്ത് ഒന്നാമന്മാരാകുമെന്ന് പറയാൻ തയ്യാറാകുക. ആമേൻ. മക്കളെ നോക്കി ആമേൻ വട്ടപ്പേരിട്ട് വിളിക്കുകയും അവരെ നിങ്ങൾ ഡിസോണർ ചെയ്യുകയും അവരെ നിങ്ങൾ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് അവരാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെ നോക്കി നിങ്ങൾ പ്രവചിക്കാൻ തയ്യാറാകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആരോടൊക്കെയോ ദൈവാത്മാവ് അത് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത് ക്രിയേറ്റ് ചെയ്തു തരുന്ന ഒരു അധരമുണ്ട് നമുക്ക്.
നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു അധരമുണ്ട്. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് ചെല്ലും എന്ന ഒരു തീരുമാനമാണ് തന്നെ ആ ഒരു നിലയിലേക്ക് എത്തിച്ചത്. ഓ ഗ്ലോറി ടു ജീസസ്. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ആമേൻ. ഗ്ലോറി ടു ജീസസ്. തുടങ്ങി യേശു ചെയ്ത ഒട്ടനവധി അത്ഭുതങ്ങൾ, ഒട്ടനവധി സാക്ഷ്യങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാനായി കഴിയുമ്പോൾ സകലതും അവൻ വാക്കുകൊണ്ട് ചെയ്തതാണെന്ന് ബൈബിൾ പറയുന്നു. നമ്മുടെ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ യോങ്കിച്ചോ തൻ്റെ ആ സഹശുശ്രൂഷകന്റെ അടുത്ത് ചെന്നിരുന്ന് നമുക്ക് തകർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ, മരണം അടുത്ത സെക്കൻഡിൽ കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അടുത്ത് ചെന്നിരുന്ന് വിശ്വാസത്തിന്റെ ആത്മാവിൽ താൻ ചിലത് പറയാനും പറയിപ്പിക്കാനും തയ്യാറായപ്പോൾ ആ അന്തരീക്ഷം, ആ മരണത്തിന്റെ ശക്തിക്ക് പിന്നെ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അതാ സദൃശ്യവാക്യം പറയുന്നത്, സദൃശ്യവാക്യങ്ങൾ 18:21 പറയുന്നത്, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നിങ്ങളുടെ തകർന്നുപോയ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ഒന്ന് പോസിറ്റീവായി പറയാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ തകർന്നുപോയ കുടുംബജീവിതത്തെ നോക്കി നിങ്ങൾക്കൊന്നത് പണിതുയർത്തപ്പെടുമെന്ന് പറയാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ തകർന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ ജീവിതത്തെ നോക്കി ഇത് പുതുക്കിപ്പണിയുന്ന ഒരു അഭിഷേകം എൻ്റെ മേൽ അവൻ പകരുമെന്ന് പറയാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ രോഗം ബാധിച്ച ശരീരത്തെ നോക്കി അവൻ്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ തകർന്നുപോയ മിനിസ്ട്രിയെ നോക്കി അവൻ എന്നെ ഉപയോഗിക്കുമെന്ന് പറയാൻ കഴിയുമെങ്കിൽ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. നിങ്ങളെ എൻ്റെ ദൈവം ഉപയോഗിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞവൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. കർത്താവിനോട് പറഞ്ഞേ, നിങ്ങളിപ്പോൾ പറഞ്ഞ എല്ലാ നെഗറ്റീവ് വാക്കുകളും നിങ്ങൾ തിരുത്താൻ തയ്യാറാകുക. നിങ്ങളുടെ മക്കളെ നോക്കി, നീ ഒരു കാലവും നന്നാവത്തില്ലടാ, നീ പഠിക്കുമെന്നും തോന്നുന്നില്ലടാ, അവൻ നിന്നേക്കാൾ ഉയരുവടാ, അവൻ നിന്നേക്കാൾ വളരുവടാ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ ജീസസ്, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഓ ഷെഖമെനിരികബലരഗദശസി തിരുത്തി പറയാൻ തയ്യാറാകുക, തിരുത്തി പറയാൻ തയ്യാറാകുക. നിങ്ങളുടെ വായി തുറക്കുക, നിങ്ങളുടെ വായി തുറക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ പറയാൻ തയ്യാറാകുക. ഷേൽ ബ്രാഥോസ്കോ റോഹോസിയ. നിങ്ങൾക്ക് ആത്മീയമായി കുറച്ചുകൂടെ ഉന്നതിയിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ പറയാൻ തയ്യാറാകുക, എന്നെ ആത്മീയമായി അവൻ ഉയർത്തും, എന്നെ ആത്മീയമായി എൻ്റെ കർത്താവ് എന്നെ ഉയർത്തും. നിങ്ങൾക്ക് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? അവൻ എന്നെ ഉയർത്തും. ഞാൻ അവൻ്റെ കരങ്ങളിൽ ഞാൻ ഇരിക്കുന്നതിൽ അവൻ എന്നെ ഉയർത്തും എന്ന് വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും പറയുക. ഈ സമയം നിങ്ങൾ പറയുക, നിങ്ങൾ സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുക, അവൻ എന്നെ സൗഖ്യമാക്കും, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കും. പറയുക, കമാൺ. ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു സാധ്യതയുമില്ല, ധൂർത്തുപുത്രനും ഒരു സാധ്യതയുമില്ല, നിങ്ങൾക്കും നമുക്കൊന്നും ഒരു യോഗ്യതയുമില്ല കർത്താവിന്റെ അരികിലേക്ക് കടന്നു ചെല്ലാൻ. എന്നാൽ ധൂർത്തുപുത്രനും ഒരു യോഗ്യതയുമില്ല. കാരണം അപ്പനെ പിണക്കി അപ്പന്റെ കയ്യിൽ നിന്ന് എല്ലാം തട്ടിപ്പറിച്ച് എഴുതി വാങ്ങി പോയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതാണ് അപ്പന്റെ അരികിലേക്ക് മടങ്ങി ചെല്ലാം എന്നൊരു ചിന്തയുണ്ടായത്. ഇനി എങ്ങനെ ഞാൻ അവനോട് സംസാരിക്കുമെന്നുള്ളതല്ല, എന്നാൽ എങ്ങനെ സംസാരിക്കുമെന്നുള്ളതല്ല, അവൻ വന്നാൽ എന്തവനോട് പറയണമെന്നുള്ളത്, ഞാൻ ചെന്നാൽ എന്തവനോട് പറയുമെന്നുള്ളത് തൻ്റെ ഹൃദയത്തിൽ താൻ ചിന്തിച്ചതാണ്. തൻ്റെ പേരിലില്ലാത്തത് ഇപ്പോൾ തൻ്റെ പേരിലായി മാറുന്നത്. താൻ അവിടെ വീട്ടിൽ മോതിരം മറന്നു വെച്ചിട്ടല്ല പോയത് പുതിയ മോതിരം അണിയിക്കാൻ, താൻ ചെരുപ്പ് മറന്നിട്ടിട്ടല്ല പോയത് ചെരുപ്പ് അണിയിച്ചു കൊടുക്കാൻ, ഒരു ജോഡി ഡ്രസ്സ് പോലും മറന്നു വെച്ചിട്ടല്ല പോയത് വസ്ത്രം അണിയിച്ചു കൊടുക്കാൻ. പക്ഷേ അപ്പൻ്റെ അരികിലേക്ക് വന്നപ്പോ അവനില്ലാത്തത് ഉണ്ടായി. ഇന്ന് രാത്രി ഈ സന്ദേശം എന്നെ കേൾക്കുന്ന ദൈവപുരുഷന്മാരെ, ദൈവമക്കളെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കില്ലാത്തത് ക്രിയേറ്റ് ചെയ്തു തരും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കില്ലാത്തത് ക്രിയേറ്റ് ചെയ്തു തരും. ഇത് പരിശുദ്ധാത്മാവ് ആരോടോ പറയുകയാണ്, നിങ്ങൾക്കില്ലാത്ത അഭിഷേകം, നിങ്ങൾക്കില്ലാത്ത വിശ്വാസം, നിങ്ങൾക്കില്ലാത്ത സമ്പത്ത്, നിങ്ങൾക്കില്ലാത്ത ഭവനം,
നിങ്ങൾക്കില്ലാത്ത നല്ല മക്കൾ ദൈവം ക്രിയേറ്റ് ചെയ്തു തരും. ആമേൻ. ഉള്ളതിനെ ദൈവം രൂപാന്തരപ്പെടുത്തും, ഇല്ലാത്തതിനെ ദൈവം സൃഷ്ടിക്കും. ആമേൻ. നിങ്ങൾക്കില്ലാത്ത ആരോഗ്യം, നിങ്ങൾക്കില്ലാത്ത ഉദ്യോഗം, നിങ്ങൾക്കില്ലാത്ത വരുമാനം, നിങ്ങൾക്കില്ലാത്ത വിശ്വാസം ദൈവം ക്രിയേറ്റ് ചെയ്തു തരും. വിശ്വസിക്കുന്ന എല്ലാവരും ആമേൻ പറയട്ടെ. എല്ലാവരും ആമേൻ പറയട്ടെ. പിതാവേ, ഞങ്ങൾ ഇന്ന് രാത്രി വചനത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്നത് പറയുമ്പോൾ ഞങ്ങളുടെ അധരത്തിൽ ദൈവം തന്നിരിക്കുന്ന അധികാരത്തിനായി സ്തോത്രം. പിതാവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ പുതിയൊരു ദൈവാനുഭവം ഉണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ പുതിയൊരു ദൈവാനുഭവം ഉണ്ടാകണമേ. ഇപ്പോൾ വിദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് നാട്ടിലൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. ഇവരുടെ പ്രാർത്ഥന അവരുടെ നാട്ടിൽ ദൈവമേ പുതിയത് സൃഷ്ടിച്ചെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയത് സൃഷ്ടിച്ചെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭവനങ്ങൾക്കകത്തിരുന്നു കൊണ്ട് ഇല്ലാത്ത സമാധാനം ഉളവായി വരട്ടെ എന്ന് പറയുന്നവരുണ്ട്. ഇതിനകത്തില്ലാത്ത ഐക്യത ഉളവായി വരട്ടെ എന്ന് പറയുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ സമാധാനത്തിനു വേണ്ടി കൊതിക്കുന്നവരുടെ ജീവിതത്തിൽ ആ സമാധാനം ഉണ്ടായി വരട്ടെ. ആ സമാധാനം ഉണ്ടായി വരട്ടെ. ആ സമാധാനം ഉണ്ടായി വരട്ടെ. മക്കൾക്ക് വിവാഹപ്രായം എത്തിയിട്ട് അവർക്കൊരു തുണ ഉണ്ടാകട്ടെ എന്ന് പറയുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോടുകൂടെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കൾക്ക് ഒരു തുണ ഉണ്ടായി വരട്ടെ. അവരുടെ മക്കൾക്ക് ഒരു തുണ ഉണ്ടായി വരട്ടെ. ഉണ്ടായി വരട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.